നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ സൗഭാഗ്യമാണ് എൻ്റെ ജീവിതത്തിന്റെ വിളക്ക് എന്ന് പറഞ്ഞാൽ പറയോ ഇവന്റെ തള്ളു. അപ്പൊ നമ്മൾ വളരെ കൂളായിട്ട് കാഷ്വലി ഒക്കെ ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് അവൻ ഇപ്പം മടുത്തു തുടങ്ങി. എന്റെ ടീഷർട്ട് സൗഭാഗ്യം ഇടണമെന്ന് ഞാൻ പറയാണ്. ഇപ്പൊ അവന് ചൊറിയാണ്. പണ്ടത്തെ ആ ഒരു ഇതൊക്കെ മാറി. ഭാര്യയല്ലേ അപ്പൊ അവന് പിടിച്ചേക്കണ്ടേ. അടുത്ത മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാനായിട്ട് മാത്രം ഒരു ഓഫർ വന്നാൽ ഞാൻ നിനക്ക് എടീ മൈൽ സ്റ്റോണേ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ഡിസഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ച് മുന്നോട്ട് പോകുന്നതിലാണ് ആ കാര്യം ഇരിക്കുന്നത്. ബ്രേക്ക് ത്രൂവിൻ്റെ സെലിബ്രിറ്റി ചാറ്റ് ടൈമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അർജുൻ സോമശേഖരൻ. വലിയ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. മിനി സ്ക്രീനിൽ നിറഞ്ഞിങ്ങനെ നോ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഇല്ല. ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? സന്തോഷമായിട്ട് പോകണം. ഒന്ന് രണ്ട് ചെറിയ വിശേഷങ്ങൾ പറഞ്ഞു. ഒന്ന് സാഡ് ന്യൂസ്, നമ്മുടെ ഒരു പട്ടിയുടെ ഒരു സംഭവം, അത് ഭയങ്കര സാഡാണ്. ഡെസ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആണത് നമ്മൾ കുറേ അറ്റാച്ച്ഡ് ആണ് ഡോഗ്സുമായിട്ട്. ഇപ്പം പറഞ്ഞ ഇവിടെ ഭയങ്കര ഒരു വാസ്റ്റ് ഡോഗ് ആയിരുന്നു അവൻ. അവൻ പോയപ്പോൾ അവന് അങ്ങനെ ഈക്വലൻ്റ് ആയിട്ട് വേറെ ആളില്ല. അപ്പം അതുകൊണ്ട് ഭയങ്കര ഒരു ഇത്രയും ദിവസമായിട്ട് അതൊരു 2 മാസമായി. എന്നിട്ടും വിഷമം. ഓക്കെ. അപ്പം നമ്മൾ പെട്ടെന്ന് ഇവിടെ ഓടി പഠിച്ച് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിവോഴ്സ് ആവുന്നു, അത് നിങ്ങൾ 2 പിരിയുന്നു 4 പിരിയുന്നു എന്നൊക്കെയുള്ളൊരു വാർത്ത ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പടർന്ന് പന്തിരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങൾ അറിയാൻ കൂടെയാണ് നമ്മൾ പെട്ടെന്ന് ഓടി വന്നത്. അങ്ങനെയല്ല സംഭവം. പിന്നെ എന്താണ് നിങ്ങൾ നമ്മൾ എല്ലാ സമയത്തും ഒരേ മുകളിൽ. എനിക്ക് പെട്ടെന്ന് ഒരു നല്ല പാട്ട് കേട്ടോ. ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ അങ്ങനെയൊക്കെ പറയും, മനസ്സിലായില്ലേ, വിള്ളൽ വീഴുന്നു 4 മാറുന്നു എന്നൊക്കെ. ഇപ്പം ഇങ്ങനെ ഞാൻ അങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ചമ്മിപ്പോയി നമ്മൾ തമ്പനയിലൊക്കെ കണ്ടുവന്നാണേ. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷം പറഞ്ഞിട്ടില്ല. ഇല്ല. നിങ്ങൾ ആ കാലം മുതൽ കണ്ട് നിങ്ങൾ പ്രണയിച്ചു, കല്യാണം കഴിച്ചു. അപ്പം അതാണ് നമ്മൾ +2 കഴിഞ്ഞ് ഡിഗ്രി കയറി പ്രേമിച്ചവരല്ല. നമുക്കറിയരുത് ബാക്കി ആരെയും കൂടെ പോയാൽ ഒന്നും നടക്കൂല. ഇപ്പം നിങ്ങളുടെ ലൈഫ്, ഒരാളുടെ ലൈഫ് എന്ന് പറയുമ്പോഴേക്കും സെലിബ്രിറ്റി ലൈഫ്, അതുപോലെ സോഷ്യൽ മീഡിയ ലൈഫ്, പ്രൈവറ്റ് ലൈഫ്, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പം ശരിക്കും നിങ്ങളുടെ ഒരു ഓപ്പൺ ബുക്ക് പോലെയാണ് നിങ്ങളുടെ ലൈഫ്. ശരിക്കും വ്ളോഗിലൂടെ കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ട്, നിങ്ങളല്ലാതെ ഇൻ്റർവ്യൂസിലൂടെ കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പം ഹൗ ഡു യു മാനേജ് ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു? അല്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സംഭവങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. കാര്യം നമ്മൾ ചിലപ്പം ഉദ്ദേശിക്കുന്നതായിരിക്കില്ല അവർ കാണുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ ദോഷം വരും. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ പോസിറ്റീവ്സ് കണ്ട് പോകുമ്പം നെഗറ്റീവ്സ് മറക്കണമെന്ന് എൻ്റെ ഭാര്യ എന്നെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊരു ഇന്റർവ്യൂ ബേസ് ചെയ്തിട്ട് ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതാണ്. അതിന് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിപ്പം ഇരിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ഒരു വൈബ് ഉണ്ടല്ലോ, അത് ചിലരായിട്ട് സെറ്റ് ആവത്തില്ല. അപ്പോൾ ആ ഇന്റർവ്യൂ മൊത്തത്തിൽ അങ്ങ് ഒരു ഡൾ മൂഡിലോട്ട് പോകും. അത് ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ വന്നത്. അപ്പോൾ അവർ തമ്മിൽ പഴയ ഒരു ഫയർ ഇല്ല, സ്പാർക്ക് ഇല്ല എന്നൊക്കെ. പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറ്റി എന്തോന്ന്, ഞാൻ മറ്റേ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് എനിക്കന്ന് അങ്ങനെ കംഫർട്ടബിൾ ഇരിക്കാൻ തോന്നി. അങ്ങനെയാണ് ഞാൻ മറ്റേ എന്തോ ഉള്ളിൽ ഒരു ഭയങ്കര വിഷമമുള്ളതായിട്ടാണ് കമന്റ്സ്. ഞാൻ കുറെ കമന്റ്സ് ഉണ്ട്. വിഷമം ഉണ്ടായിരുന്നു. ഫാൻ ഇടാൻ സമ്മതിച്ചില്ല. കുറെ നേരം ചൂടത്തിരിക്കുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും ഒരു കടുപ്പം. നമ്മൾ പുരുഷന്മാർക്ക് കല്യാണം കഴിക്കുന്നത് വരെ ഒരു ത്രില്ലും, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം ഇത് സംഭവം വേണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞോ? ചുമ്മാ ഈ സൗഭാഗ്യടുത്ത് ചുമ്മാ ചൊറി തോന്നുന്ന സമയത്ത് ചുമ്മാ പറഞ്ഞല്ല. എനിക്ക് അങ്ങനെ ഇതുവരെയും തോന്നിയിട്ടില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നല്ല ചൊറി കിട്ടാറുണ്ട്. നല്ല ചൊറിയൊന്നുമില്ല. ഈ ചില ഞാനാണ് ഇതിൻ്റെ ഇടയിൽ ചൊറി. അപ്പം അങ്ങനെ എന്നെ ചൊറിയുമ്പോൾ തിരിച്ചു ചൊറിയുന്ന ഒരാളല്ല സൗഭാഗ്യം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഈ പറഞ്ഞ പോലെ ഇതുവരെ ഇല്ല. ഇനി അങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞത്. പക്ഷെ എന്തായാലും ഇതുവരെ അങ്ങനെ ഒരു മറ്റേ ഇവിടെ കിട്ടണ്ടായിരുന്നു വേറെ ആൾക്കാർ ആലോചിക്കുമ്പോൾ ഇത് തന്നെ നല്ല. എനിക്ക് ഇനി പ്രേമമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എനിക്കറിയാം. അതുകൊണ്ട് ഈ ചർച്ചയിലൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. അതാണ് നല്ല ഒരു മാരേജിന്റെ സക്സസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞാലും നമുക്ക് അതൊക്കെ മൈൻഡ് ചെയ്യാതെ ആ പോട്ടെ പോകാൻ ഈ ചൊറിച്ചില് സംഭവം. ഞാൻ കുറച്ച് മറ്റേ ഈ ഒരു സാധനം എടുത്ത് അവിടെ തന്നെ വെക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. സ്വാഭാവികം അങ്ങനെയല്ല. ഇപ്പം നമ്മള് ബ്രഷ് തപ്പി പോകുമ്പോ അവിടെ ഒരു കോഫി മക്കിരിക്കും. അങ്ങനത്തെ അതൊക്കെ ചൊറിയുള്ളൂ. അല്ലാതെ ദൈവം സഹായിച്ചു വേറെ ഒന്നും വലിയ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ഡിസഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ച് മുന്നോട്ട് പോകുന്നതിലാണ് ആ കാര്യം. അതിലാണ് ഇരിക്കുന്നത്. ഇപ്പം അർജുൻ എന്നൊരു പേഴ്സണാലിറ്റി, ഒരു സെലിബ്രിറ്റി, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്തായിരിക്കും? അർജുൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി സൗഭാഗ്യം പറയുകയാണെങ്കിൽ എന്തായിരിക്കും?
അങ്ങനെ താഴെ വീണ് അങ്ങനെ അങ്ങ് ഡിപ്രസ് ആയിട്ടിരിക്കുന്ന ഒരാളല്ല. ടക്കേന്ന് എഴുന്നേറ്റ് വന്ന് അടുത്തടുത്ത കാര്യങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. നല്ലൊരു ഫാമിലി മാനാണ്. ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കുറെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് ഏൽപ്പിക്കാൻ പറ്റും. അത് അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്ത് ചെയ്യും. തിരിച്ചാണെങ്കിൽ ഞാൻ വീക്കായിരുന്ന ഒരു ഫിനാൻസ് മാനേജ്മെന്റിലാണ് ഞാൻ വീക്ക്. ആ കാര്യം കണ്ടുപിടിച്ച് തന്നത് സൗഭാഗ്യമാണ്. സിമ്പിളായിട്ടൊരു കാര്യമേ ചോദിച്ചുള്ളൂ, ചേട്ടാ ഒരു ദിവസം ചിലവാക്കുന്ന പൈസ എന്തിനൊക്കെയാണെന്ന് ചോദിച്ചുള്ളൂ. അപ്പം അതിൽ ഇനി കുറേ കാര്യങ്ങൾ എനിക്ക് സക്സീഡ് ചെയ്യാൻ പറ്റി. അതുവരെ ഞാൻ എൻ്റെ ഒരു ഹിമാലയൻ ടാസ്ക് പോലെ ഞാൻ ഒട്ടും അച്ചീവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ഭയങ്കര ഒരു ഹെർക്കൂലിയൻ സംഭവമാണ് എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങൾ പലതും ഭയങ്കര ഈസി ആയിട്ട് മാനേജ് ചെയ്ത് തന്നു. അങ്ങനെ ചില കാര്യങ്ങൾ സ്വാഭാവികം ഭയങ്കര സ്മാർട്ടാണ്. ഇപ്പം ഈ പറഞ്ഞ യൂട്യൂബിന്റെ സംഭവം തന്നെ ഇപ്പം ഞാൻ ഒരു ചാനൽ തുടങ്ങി എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല, മൊത്തം സ്വാഭാവികം ചെയ്തോളും. എനിക്ക് ചാനൽ തുടങ്ങണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്ക് വേറെ പുറത്ത് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ആ കാര്യത്തിലൊക്കെ ഭയങ്കര എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പിടിക്കുകയാണ് ആള്. എത്ര പാടാണ് ഈ സാധനം, ഈ യൂട്യൂബൊക്കെ മാനേജ്, യൂട്യൂബ് ലൈഫും പേഴ്സണൽ ലൈഫും ഇതെല്ലാം കൂടെ കൊണ്ടുപോകുന്നത്? അത്യാവശ്യം നല്ല പാടാണ്. മോളിപ്പോൾ നല്ല ഡാൻസ് ക്ലാസ്സും എല്ലാം കൂടെ വരുമ്പം കുറച്ച് ഏതെങ്കിലും ഒന്ന് എപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നീ യൂട്യൂബ് നോക്കുമ്പോൾ അത് കൂടുതൽ ഫോക്കസ് ഡാൻസ് ക്ലാസ് കുറച്ച് താഴെ പോകും. ഡാൻസ് ക്ലാസ്സിലോട്ട് ഫോക്കസ് കൂടുതൽ വരുമ്പം വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യുന്ന എഡിറ്റ് ചെയ്യുന്നതൊക്കെ വളരെ കുറയും. അങ്ങനെ ഇതെല്ലാം തന്നെ ഇതുവരെ അങ്ങനെ ആളെ വെച്ചിട്ടില്ല. അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടില്ല. കാരണം ഇത് പറഞ്ഞില്ലേ, നമ്മുടെ റോ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, നമ്മുടെ ടു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഒരാളെ ഏൽപ്പിക്കാൻ എനിക്ക് പേടിയാണ്. നമ്മളാവുമ്പോൾ നോക്കി എഡിറ്റ് ചെയ്ത് ഈ വേറൊരാളെ ഏൽപ്പിക്കാൻ അത്ര ഒരു ട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് എല്ലാം എഡിറ്റിംഗ് എല്ലാം ചെയ്യുന്നത്. പ്രൊഫഷണൽ ലൈഫിലേക്ക് വരുമ്പോൾ ഈ ആക്ടിങ് അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യണുണ്ടോ? ഇപ്പം ഡാൻസ് ക്ലാസിന്റെ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് ഇപ്പം ചെയ്യുന്നത്. മുമ്പ് കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ടാറ്റു ആർട്ടിസ്റ്റ് ആയിരുന്നു. എനിക്ക് ടാറ്റു ഒക്കെ ചെയ്തു തന്നത് ചേട്ടനാണ്. പിന്നെ ഈ ഒരു ഇതിലോട്ട് വന്നതിന് ശേഷമാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. എല്ലാം കൂടി ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നപ്പോൾ ആക്ച്വലി അതിൽ ടൂ ഗുഡ് ആയിരുന്നു അതും ചേട്ടൻ. ഒരുപാട് പേർക്ക് ഇപ്പോഴും സങ്കടമുണ്ട് ചേട്ടൻ അത് സ്റ്റോപ്പ് ചെയ്തതിൽ. ആ പാഷൻ ഒട്ടും പെയിൻ ഇല്ലാത്ത രീതിയിൽ ടാറ്റു ചെയ്ത് തരുമായിരുന്നു. ഇതൊക്കെ ആക്ച്വലി വളരെ സെൻസിറ്റീവ് ഏരിയ ആണ്. പക്ഷെ എനിക്ക് പെയിനേ ഉണ്ടായിട്ടില്ലായിരുന്നു ടാറ്റു ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഭയങ്കര ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ അതിന്റെ ഫുൾ സംഭവങ്ങളുണ്ട്. എപ്പോ ഒരു മോട്ടിവേഷൻ ഇപ്പം 2 ദിവസം മുന്നേ ഞാൻ ഈ ഹെയറിന്റെ ഒരു സംഭവമുണ്ട്. അപ്പം അത് എങ്ങനെയാണ് ഇത്, ഈ ഒരു ബാൾഡഡ് ഹെയർ ഒരു എന്താണ്? എനിക്ക് വിഷമമൊന്നുമില്ലായിരുന്നു. ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ചേഞ്ചസ് ഇഷ്ടമാണ്. ഒറ്റ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. പണ്ടാണെങ്കിൽ ചുമ്മാ മുടി വളർത്തും വെട്ടും ക്ലീൻ ഹെഡായിട്ട് നടക്കും അങ്ങനെ. ഇപ്പം അത് പറ്റുന്നില്ല എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇപ്പം ഇങ്ങനെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അതെന്തായാലും ചെയ്തു നോക്കാൻ തോന്നി. ചെയ്തവരെല്ലാവർക്കും നല്ല റിസൾട്ടാണ്, എനിക്കറിയാവുന്നവർക്കെല്ലാം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു മൂടുണ്ടായിരുന്നു. അല്ലാതെ മറ്റേ ബാൾഡ് ഈ ഒട്ടും വയ്യ അങ്ങനെയൊന്നുമില്ലായിരുന്നു. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ട്സിൽ ഇപ്പോൾ അഭിവെറ്റ്സ് മഹി, അതിനകത്ത് സരോഷ് എന്നുള്ളൊരു വേഷമുണ്ട്. പിന്നെ അതിനല്ലാതെ വേറെ എന്തൊക്കെ പ്രോജക്ട്സ് ഇപ്പോൾ ചെയ്യണുണ്ട്? അല്ലാതെ ഇപ്പോൾ ഒരു പുതിയൊരു സംഭവം കൂടെ വരുന്നുണ്ട്. അതറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. രാജേഷ് തന്നെയാണ്. ടോം ആൻഡ് ജെസ്സി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സംഭവം. അപ്പം അത് ഓൺ ദ വേ ആണ്. പക്ഷെ അതില്ല ടോം എങ്ങനെയാണോ അത് തന്നെയാണ് അറിഞ്ഞിട്ട് കേട്ടോ. ആ ചൊറി ടോമിന്റെ ആ ചൊറി. ഓ ഞാൻ വിചാരിച്ച ജെസ്സി ജെറിയാണ് ചൊറിയുന്നത്. അല്ല ടോം തന്നെയാണ് ചൊറി. എന്തായാലും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രമുണ്ട് നല്ലപോലെ. ഈ ലൈഫിൽ ഏറ്റവും മോശം സമയം ഈ പ്രത്യേകിച്ച് ഈ ഒരു ആർട്ടിസ്റ്റ് ലൈഫിൽ ഏറ്റവും കൂടുതൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നത്. അപ്പം ഈ ഡിപ്രഷൻ പോലെയുള്ള സംഭവങ്ങൾ അതിനെങ്ങനെ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനോടുള്ളൊരു തോട്ട്? ഡിപ്രഷനൊക്കെ ഉണ്ട് ഡെഫിനറ്റായിട്ടും. നമ്മൾക്ക് മെയിനായിട്ടുള്ള പ്രശ്നം ഈ ആൾക്കാരുടെ ലോസ് തന്നെയായിരുന്നു. ഒരുപാട് നമ്മൾ വളരെ ഷോർട്ടായിട്ടുള്ള ടൈമിൽ ഒരുപാട് പേരെ നമുക്ക് പോയി. നമ്മൾ ഭയങ്കര ഹാർമണിയിലായിരുന്നു. അത് അങ്ങ് ബ്രേക്കായി. അതൊരു ഭയങ്കര വിഷമമാണ്. നമ്മൾ പ്രോസസ് അല്ലേ ആണ്. പക്ഷെ നമുക്കത് ഏർലി ആയി പോയില്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ അർജുൻ ചേട്ടൻ്റെ ബ്രദറിന്റെ വൈഫ് എടുത്താൽ തന്നെ അതൊരു നാച്ചുറൽ ഡെത്തോ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അപ്പം പുള്ളിക്കാർ വീക്ക് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. നമ്മളെ വീട്ടിലെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പറാണ്. അത് ഏർലി ഡെത്ത്. അപ്പൊ അത് കാലമായിട്ട് അങ്ങനെ കാലക്രമേണ സംഭവിക്കേണ്ട ഒരു സംഭവം നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമൊന്നും അല്ലായിരുന്നു. അതൊക്കെ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള. അപ്പൊ അതിന്റെ ഒരു വിഷമം പറഞ്ഞതിന് മുമ്പ് ഒരു 10-11-20 ദിവസത്തിനകത്ത് പപ്പ മരിച്ചുപോയി. അപ്പം അതൊക്കെ ഭയങ്കര ഇപ്പോഴും അതൊരു ഭയങ്കര വിഷമമാണ്. ഇപ്പം ചേട്ടൻ്റെ 2 മക്കളെയും എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ നോക്കിയെന്ന് എനിക്കറിയാം. അപ്പം എനിക്ക് എന്നും എനിക്ക് തോന്നി, എനിക്കൊരു സൗഭാഗ്യം അങ്ങനെ തോന്നാറുണ്ട്. എനിക്ക് എന്നുമേ അത് ഇവർ എൻ്റെ മോളെ കണ്ടിരുന്നത് എങ്ങനെ ആയിരുന്നേനെ
ആ ഒരു ഇതുണ്ട്. അവരിഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മോള് ചെയ്യുന്നുണ്ട്. അപ്പം അത് അവർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇതൊക്കെ അവർ കാണുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ എനിക്കത് ഭയങ്കര എന്തോ ഒരു ഇപ്പോഴൊരു തൊണ്ട ഒരു മുറുക്കം. അത് ഈ പ്രൊഫഷണൽ ലൈഫിൽ ഡൗൺസ് വരും അല്ലെങ്കിൽ ഈ പേഴ്സണൽ തോട്ട്സ് ലൈഫ് വരുമ്പോൾ അതെങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അർജുൻ്റെ ഒരു ചേട്ടന്? പക്ഷെ ലക്കിലി ഇതുവരെ ചേട്ടൻ്റെ പേഴ്സണൽ ലൈഫ് പ്രോബ്ലംസ് കരിയറായിട്ട് അങ്ങനെ മിക്സപ്പ് ആക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത് വർക്കിനെ ഇതുവരെ എഫക്റ്റ് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പക്ഷെ ഞാനായിരുന്നെങ്കിൽ ഇത് രണ്ടിലും ഞാൻ ഫ്ലോപ്പായി പോയേനെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മൾട്ടി ടാസ്ക് ചെയ്യുന്നതിൽ അർജുൻ ചേട്ടൻ കുറച്ചും കൂടെ നല്ലതാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം വരെ ഇങ്ങനെ സോൺ ഔട്ട് ചെയ്ത് ഇത് വർക്ക് മാത്രം, അതിന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് വീട്ടിലത്തെ കാര്യങ്ങളിലെങ്കിൽ അതിൽ അർജുൻ ചേട്ടൻ കുറച്ച് അടിപൊളിയാണ്. അപ്പം ലക്കിലി കരിയറിനെ അത് എഫക്റ്റ് ചെയ്തിട്ടില്ല ഇവിടെയുള്ള പ്രശ്നങ്ങൾ. തിരിച്ച് ഇപ്പം സ്വാഭാവിക പറഞ്ഞു ഈ പറഞ്ഞ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്താൽ ഞാൻ പെട്ടെന്ന് ഡൗൺ ആയി പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ആണുങ്ങൾക്കുണ്ടെങ്കിൽ അത് പ്രത്യക്ഷത്തിലില്ല, ഹോൾസെയിലാണോ? ഒട്ടും ഇല്ലാത്തരാ മൂഡ് സ്വിങ്സേ ഇല്ല. സ്വിങ് മാത്രമേ ഉള്ളൂ, ആട്ടം മാത്രമേ ഉള്ളൂ. സ്വിങ് മാത്രമേ ഉള്ളൂ. സ്വിങ്, സീസോ, മെറിഗോറൗണ്ട് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ഡോഗ് പോയെന്ന് പറഞ്ഞില്ലേ, ഹ്യൂഗോ പോയപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നിരിക്കുകയാണ്. ഞാൻ വേറെ ഒരു പപ്പിയെ വാങ്ങിച്ച് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത പപ്പിയെ വാങ്ങിച്ച് അങ്ങനെ 2 പപ്പി ഒരുമിച്ച് ഒന്നിന് പകരം 2 വാങ്ങിച്ചു. ഇപ്പോൾ 2 പപ്പീസിൻ്റെ അക്രമം എന്നൊക്കെ പറഞ്ഞാൽ മാരക അക്രമമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറകെ നിൽക്കാൻ പറ്റും. അപ്പോൾ അതേ സമയത്ത് സൗഭാഗ്യം ഹ്യൂഗോയെ വാൾപ്പേപ്പറിട്ട് നോക്കി ഡെയിലി കരഞ്ഞോണ്ടിരിക്കുകയാണ്. അതെ, എനിക്ക് ഒരു പ്രശ്നത്തിൽ നിന്ന് റിക്കവറായി വരാൻ ഒരുപാട് സമയം എടുക്കും. ഇങ്ങനെയാണ് റിക്കവറാണ്. പിന്നെ എങ്ങനെ റിക്കവർ? മിസ്സിങ് ഹാൻഡിൽ ചെയ്യണമല്ലോ. അർജുൻ ചേട്ടനെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ള അർജുൻ ചേട്ടൻ്റെ മെത്തേഡ്. എനിക്ക് അവനെ കാണണം തോന്നുമ്പോഴൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കും. പക്ഷെ ശരിയാണ്, നോക്കുമ്പം വീണ്ടും വിഷമാവും കരയും ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരു ആ സ്ലോ പ്രോസസ്സിലൂടെ ഞാൻ ഹീലാവും. പക്ഷെ അർജുൻ ചേട്ടന് ഉള്ളില് ഹീലാവാതെ കിടക്കും, വെളിയിൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നടക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. എനിക്ക് താടി വളരെ ഇഷ്ടമാണ്. ഈ പ്രൊഫഷണൽ ലൈഫിൽ എത്രത്തോളം, അതായത് ഇപ്പം ഡാൻസ് ആണ് കൂടുതൽ, ആക്ടിങ് ആണ് കൂടുതൽ, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ബട്ട് സ്റ്റിൽ കൂടുതൽ ഓൺ സ്ക്രീനാണ്. എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ഉണ്ട് നിങ്ങളുടെ രണ്ട്? എനിക്ക് അങ്ങോട്ട് തിരിച്ച് കോൺട്രിബ്യൂഷൻസ് ഒന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് കോൺട്രിബ്യൂഷൻസ് മാത്രമേ, കാരണം എനിക്ക് അങ്ങോട്ടൊന്നും ചെയ്തു കൊടുക്കാനില്ല. ഇങ്ങോട്ട് പക്ഷെ അത് ഞാൻ ഇല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ബിക്കോസ് ഞാൻ അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ ഭയങ്കര വീക്കാണ്. ഞാൻ ജസ്റ്റ് ടീച്ചിങ് കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് പോകുന്നു. അർജുൻ ചേട്ടനാണ് ബാക്കി ഇവരുമായിട്ട് സംസാരിക്കുന്നത്, PR എല്ലാം. അത് എനിക്ക് ചെറുതായിട്ട് ഒരു കറക്ഷൻ ഉണ്ട്. പിന്നെ കാര്യം ഞാൻ ചക്കപ്പഴത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് മൊത്തം എറണാകുളത്തായിരുന്നു. സ്വാഭാവിക ഭയങ്കരമായ എഫേർട്ട് എടുത്തിട്ടാണ് ഇവിടെ നിന്ന് മോളെയൊക്കെ കൊണ്ട് സാധനങ്ങളൊക്കെ ആയിട്ട് പട്ടിയൊക്കെ കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരാളെ ഡോഗ്സിനെ, ബാക്കിയുള്ള ഡോഗ്സിനെ നോക്കി ഇവിടെ 6 ഡോഗ്സ് ഉണ്ട്. ബാക്കിയുള്ള ഡോഗ്സിനൊക്കെ 6 ഇപ്പം ഒരാൾ ഇവിടെ നോക്കാനായിട്ട് ഏൽപ്പിച്ച് ബേർഡ്സിനെ, ഇപ്പോൾ ഓരോ ബേർഡ്സിനും ഓരോ ടൈപ്പ് ഫുഡാണ്. അപ്പോൾ അതെല്ലാം പഠിപ്പിച്ച് ഒരാളെ ആക്കി മെനക്കെട്ട് മോളും ഞാനായിട്ടുള്ള ടൈം മിസ്സാവണ്ടെന്നുള്ളതുകൊണ്ടാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ വർക്കിന് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോകണം. എനിക്ക് ഫാമിലിയിൽ പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ ഞാൻ എഫക്റ്റഡ് ഒക്കെ ആവും. പക്ഷെ അത് ക്ലിയർ ആയിട്ട് മാനേജ് ചെയ്യണം. അതുപോലെ ഇവിടെ പല ഏജിലുള്ള ആൾക്കാരാണ്. മോള് 8ാം ക്ലാസ്സിൽ, മോൻ ഡിഗ്രി കഴിഞ്ഞ് ചേട്ടൻ്റെ. അപ്പം എൻ്റെ മോള് തീരെ കുഞ്ഞ്, പിന്നെ എല്ലാവർക്കും ഒരു അമ്മയാണ്. അപ്പോൾ ഇത്രയും ഏജ് മാനേജ് ചെയ്തപ്പോൾ ഞാനൊക്കെ മോൻ്റെ ഒക്കെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. കാര്യം നമ്മൾ ഭയങ്കരമായ പ്രായമായി അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ കണ്ട അത് പിള്ളേരുടെ മനസ്സാണ്, സാരമില്ല എന്ന് ചെയ്യുന്ന ഒരു സമയമല്ലല്ലോ. ഞാൻ അവൻ്റെ അടുത്ത് എന്തും പറയണ ഒരു കൊച്ചനാണ്. ഞാൻ ചിലപ്പം നല്ല ഇടി ഇടിച്ചു കൊടുക്കുന്നു ഉള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ സ്വാഭാവികം തന്നെ ഭയങ്കര ഈസിയായിട്ട് ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകും. അപ്പം അത് സ്വാഭാവികം അതിന് കേപ്പബിൾ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈസിയായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ലൈഫിലെ മൈൽ സ്റ്റോൺസ്, ഇപ്പം ആക്ടിങ് ആയിരുന്നാലും അതേപോലെ ഇപ്പം രണ്ടുപേരും അത്യാവശ്യം നല്ല ബൾക്കി ആയിരുന്നു, ഡയറ്റ് കൺട്രോൾ ചെയ്തു, അങ്ങനെയാണ്. ഇനിയിപ്പം ഫ്യൂച്ചർ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ്? തിരിച്ച് ഇനി എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ചാൽ ഞാൻ ഒന്ന് പഴയതുള്ള ഡാൻസുകൾ ചെയ്താൽ കൊള്ളാം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഡാൻസ് ക്ലാസിക്കൽ ചെയ്താൽ കൊള്ളാം എന്ന് ഭയങ്കര ആഗ്രഹം. കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ അത് ഒരു നമ്മൾ ഒരു ഫിഗർ തന്നെ കുറച്ച് ചെറുതാക്കണം. ബൾക്കിയായിട്ട് നിന്ന് ഡാൻസ് ചെയ്യുന്നതിനേക്കാളും ബ്യൂട്ടി കുറച്ച് ഷേപ്പിൽ നിന്ന് ചെയ്യുന്നത് തന്നെയാണ്. ബൾക്കിയായിട്ടുള്ളവർ ചെയ്യുമ്പം കൊള്ളേ ഇല്ല എന്നൊന്നുമല്ല, പക്ഷേ അതിനേക്കാളും ഭംഗി എപ്പോഴും ഷാർപ്പായിട്ട് ഉള്ള ആൾക്കാർ ചെയ്യുന്നതന്നെ. അപ്പം നമ്മളെ ഹെൽത്തും കുറച്ച് ഓക്കെ ആവും, അത് ചെയ്യാനായിട്ട് ഒരു റീസൺ വരും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഡാൻസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ആക്ടിങ്ങിൻ്റെ കൂടെ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ. പിന്നെ എനിക്കിങ്ങനെ ചേഞ്ചസ് കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് സ്ക്രീനിലുള്ള ഞാനല്ല ഇത് എന്ന് എനിക്ക് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളായി ഇപ്പോൾ പ്രാക്ടീസ് അങ്ങനെ വല്ലതും ഉണ്ടോ? തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഈ ഇത്
ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോഴത്തേക്കാണ് കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വന്നത്. റെസ്റ്റ് വേണം അതിന് കുറച്ച് റെസ്റ്റ്. ഓ ശരി. ജിമ്മൊക്കെ ഒരുപാട് നാളൊന്നല്ല, ഒരു 1.5 മാസം 2 മാസമൊക്കെ റെസ്റ്റ് വേണം. പ്രാക്ടീസ് തുടങ്ങിക്കോളാനൊക്കെ അവർ പറഞ്ഞു. പക്ഷേ എന്നാലും ഒന്ന് കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. തിരിച്ച് ഇപ്പം സ്വാഭാവിക സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓൺ സ്ക്രീൻ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അത് എൻ്റെ ഒരു ഉണ്ടായിരുന്ന ഒരു സംഭവമേ അല്ല. അതങ്ങനെ ഉണ്ടാവും പോകുന്നുമില്ലാന്ന് തോന്നുന്നു. ഇപ്പം ഉള്ളതുപോലെയൊക്കെ തന്നെയായിരിക്കും മുന്നോട്ട്. നല്ലൊരു ഓഫർ വന്നു കഴിഞ്ഞാലും അതറിയില്ല, അപ്പത്തെ മൈൻഡ് സെറ്റ് പോലെ. ഞാൻ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ഞാൻ ഇങ്ങനെ പറയുന്നൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റത്തില്ല. ആ ഉള്ള മൈൻഡ് സെറ്റിൽ എന്ത് ടൈപ്പ് ഓഫർ എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. ഇപ്പൊ എനിക്ക് പറയാൻ തോന്നുന്നത് ആ ഒരു ഇതിലോട്ട് ഇല്ല എന്നുള്ളതാണ്. എനിക്കൊന്നും ചെയ്യൂല എന്ന് പറയാത്തത്, ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ ചെയ്തിരുന്ന ഒരു സീരിയല് അവിടെ നിന്ന് എല്ലാവരും ചോദിച്ച് സൗഭാഗ്യം ചെയ്യുമെന്ന് ചോദിച്ചു. ചക്കപ്പഴത്തിൽ ഇതുപോലെ ചോദിച്ചായിരുന്നു, സൗഭാഗ്യം ചെയ്യുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ചെയ്യൂല. അപ്പം ഞാൻ ഭയങ്കര കാര്യമായിട്ടാണ് ചോദിച്ചേ, നമ്മളെ രണ്ടുപേരും വിളിച്ചിട്ടുണ്ട് ഇതിന്, അപ്പം വരുമോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടാ ഞാൻ ചെയ്യുമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞായിരിക്കും, അവർ സംസാരിച്ച് കുറച്ച് ഒരു സീരിയസ് ആയിട്ടൊക്കെ പറയുമ്പോൾ ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഞാനും കുറച്ച് എനിക്ക് അറിയാവുന്ന ഒരാളുടെ കൂടെ ആണല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് അമൃതയിൽ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ ഇതുപോലെ ചെയ്യുമെന്ന് വെച്ചപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റ് ഞാൻ ഇപ്പം ചെയ്യും, ഞാൻ ഫോൺ കൊടുക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, അതിന് കുഴപ്പമൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല, അവൾ ഇപ്പം വന്ന് ചെയ്ത് തരുന്ന ഞാൻ കൊടുക്കാൻ പോകണം. അപ്പം അതിനു മുമ്പ് എനിക്കറിയാം അവൾ എന്തുമാത്രം റോൾസ് വേണ്ടെന്ന് വെച്ചെന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. കാര്യം ഞാൻ കല്യാണത്തിന് മുമ്പ് എനിക്ക് പരിചയമുണ്ടല്ലോ. ആക്കിയപ്പോൾ നമുക്ക് സംസാരിക്കാം, ചെയ്യാം. ഞാൻ എന്റെ ഭാര്യയായിട്ടാണ് നീ അഭിനയിക്കാൻ പോണതില്. ഇനിയിപ്പം നിനക്ക് എന്റെ ഭാര്യ വേണ്ട. എനിക്ക് ഇപ്പൊ ആ സീരിയലിൽ ഇപ്പം മറ്റേ താൻ പോടോ എന്ന് പറഞ്ഞ ഒരു ഭാര്യയായിട്ടാണ് സൗഭാഗ്യം. അങ്ങനെയല്ല, കുറെ നാൾ കഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മൾ ശരിക്കും അങ്ങനെയാണെന്ന് വിചാരിക്കും. കുറച്ചെല്ലാം പുറത്തിറങ്ങുമ്പോൾ പറയും സൗഭാഗ്യടുത്ത് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ സൗഭാഗ്യം അപ്പൊ കാണിച്ചത് നിശ്ചയതായപ്പോ എനിക്ക് ഇത്തിരി ഫീൽ ചെയ്യും. കാര്യം സൗഭാഗ്യം അങ്ങനത്തെ ആളില്ല, ഞാനും അങ്ങനത്തെ ആളൊന്നും ചിന്തിക്കുന്നില്ലായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഒരുമിച്ച് ഒരു പ്ലാൻ ഇടല്ലോ, ഈ മൈൽ സ്റ്റോണിന്റെ കാര്യം. അതിപ്പോ ബീറ്റ് ഒരു കാറോ ഒരു വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാച്ചോ ഹാൻഡ് ബാഗോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്ലാൻ ഇടും. അപ്പൊ ഞാൻ കാണുന്നത് ഒരു ദൈവം കാണിച്ചെന്നിരിക്കുന്ന ഒരു വഴി, നമുക്ക് അതിലേക്കുള്ള ഫണ്ട്. അപ്പൊ ഇതിനിപ്പോ യെസ് പറയണോ വേണ്ടെന്നുള്ള ആ ആഗ്രഹം ബേസ് ചെയ്തിരിക്കും. ഇവിടെ അങ്ങനെ ഒരു ആഗ്രഹം നിൽക്കുകയാണെങ്കിൽ ഓക്കെ, അവർ യെസ് പറയാം. എന്റെ അമ്മ മാസ്റ്റർ പ്ലാൻ. ഇപ്പൊ നമുക്കൊരു മൈൽ സ്റ്റോൺ ഇല്ലേ അടുത്ത്? എന്നിട്ട് നീ ഇത്ര നാൾ അപ്പൊ നീ അഭിനയിക്കാൻ വന്ന എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ നേരത്തെ ഞാൻ ഇവിടെ വരേണ്ടി വന്നു. അടുത്ത മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാനായിട്ട് മാത്രം ഒരു ഓഫർ വന്നാൽ ഞാൻ നിനക്ക് 1 2 3 ചേട്ടന് ഷേക്കാൻ കൊടുത്തേ. ഹായ് ഹായ് പറഞ്ഞ ഹായ് ഹായ് പറ ഹായ് പറ ഹായ് പറ ഹായ്. ഫോട്ടോകോപ്പി കേട്ടോ. ഓക്കെ. അപ്പൊ ഇതിന്റെ ഇടയിൽ മോളുടെ സ്കൂളിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും? മോളുടെ സ്കൂള് വന്നേ ഇവിടെ മക്കള് വന്നേ സ്കൂൾ കാണിച്ചു കൊടുത്ത എവിടെയെന്ന്? ഇവിടെ സ്കൂൾ എവിടെ? അതാണ് ഇവളെ കണ്ടോണ്ടാണ് അത് കരയുന്ന? അത് ആരെ കണ്ടാലും നമ്മളെല്ലാരും കണ്ടോണ്ടാണ്. സ്കൂൾ കാണിച്ചെന്ന് കണ്ട എവിടെയാണ്? ഇല്ല. സ്കൂൾ എവിടെ മോളെ? സ്കൂൾ എവിടെയാ? സ്കൂൾ എവിടെ? സ്കൂൾ എവിടെ? എവിടെ എവിടെ? അതാണ് സ്കൂള്. സ്കൂളിൽ എന്തൊക്കെയാ പഠിപ്പിക്കുന്ന? രാവിലെ ആകുമ്പോ എടുത്ത് മതിലിന്റെ അപ്പുറത്തോട്ട് ഇട്ടു, വൈകുന്നേരം വാങ്ങിച്ചു. കൊച്ചു സ്കൂളിൽ എന്തൊക്കെയാ പഠിപ്പിച്ചേ? നമ്മൾ കളർ ചെയ്തു, ABCD പഠിച്ചില്ലേ? ABCD പഠിച്ചില്ല, കളർ മാത്രം പഠിച്ചുള്ളൂ. എത്ര ഫ്രണ്ട്സ് ഉണ്ട്? 8 ഉള്ളോ? 8 ഫ്രണ്ട്സ് ഉണ്ടല്ലേ? എന്താ പേര്? ഫ്രണ്ടിന്റെ പേരെന്താ? അപർണ ചേച്ചിയല്ലേ? അപർണ ഫ്രണ്ട് അല്ല, അപർണ ചേച്ചിയാണ്. ചേച്ചിയും എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരിയാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ ഫ്രണ്ടിന്റെ പേര് അപർണ എന്ന് പറഞ്ഞ. മോളുടെ ശരിക്കുള്ള പേരെന്താണ്? ഒഫീഷ്യൽ നെയിം എന്താ? സുദർശന അർജുൻ. ഓക്കെ. ഇപ്പം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇനിയിപ്പം അടുത്തിനി ഇപ്പോൾ ഷൂട്ടിലേക്ക് ഇനിയിപ്പോൾ കയറാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും എന്താണ് ഹോം ലൈഫിലേക്ക് ഒതുങ്ങോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പം അങ്ങനെ ഫീൽ ഇല്ല. യൂട്യൂബും ക്ലാസ്സും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു ഹോം മേക്കറായിട്ട് ഞാൻ എന്നെ ഒരിക്കലും കാണില്ല. എനിക്കാണ് അങ്ങനെ ആഗ്രഹമുള്ളത്. പണിയെടുക്കാൻ വീട്ടിൽ ഇരിക്കണം.
തുടക്കത്തിലൊക്കെ നമ്മൾ ഒരുപാട് നെഗറ്റീവ് കമൻസ്, ഇപ്പോൾ കമൻസ് വായിക്കാറുണ്ടോ? ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, പിന്നെ ചിലർ ഇതെടുത്തിട്ട് പല ഇതെടുത്ത് റിയാക്ഷൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം കമൻസ് വായിക്കുന്ന പരിപാടിയുണ്ടോ? ചിലപ്പോൾ ഇങ്ങനെ കണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഹുക്ഡ് ആയിട്ടിരുന്ന് വായിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം നമ്മുടേതല്ലാത്തൊരു പേജിൽ വരുമ്പോൾ നമ്മൾ ഊഹിക്കുമല്ലോ ഇതിൻ്റെ അകത്ത് പല ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്, അവരെന്തൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ആ ചാനലിന്റെ ഒരു നിലവാരം അനുസരിച്ചിരിക്കും അതിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ കമന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേകതരം ചാനലാണെങ്കിൽ അതിന്റെ കമന്റ്സ് വായിക്കാൻ നിൽക്കാറില്ല. സ്പെഷ്യലി റിയാക്ഷൻ വീഡിയോസ് ഒക്കെ വരുമ്പോൾ അവർ കുറെ കൂടെ ട്രിഗർ ചെയ്ത് കൊടുക്കും ഓഡിയൻസിനെ. അത് ഒബ്വിയസ്ലി നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കുമല്ലോ വീഡിയോ കാണുന്നത്. അപ്പൊ നമ്മളുടെ ചാനലിൽ അങ്ങനെ നമ്മൾ ഹേർട്ട് ചെയ്യുന്ന കമന്റ്സ് വളരെ കുറവാണ്. ഞാൻ പറയുന്നത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ കുറെ കൂടെ നമ്മളെ ഇട്ട് കൊടുക്കും കീറാൻ വേണ്ടി. അങ്ങനെയുള്ളവരുടെ കമന്റ്സ് വായിക്കാറില്ല. അങ്ങനെ വീഡിയോസ് ചെയ്യാറുണ്ടോ? അതായത് കുറച്ച് റീച്ച് വല്ലതും കുറയുമ്പോഴേക്കും അങ്ങനത്തെ ഇല്ല, അങ്ങനെ പർപ്പസ്ഫുൾ കണ്ടന്റ്സ് ഒന്നും ഇല്ല. അതിൽ ഞാൻ ഇന്നലെ ലാസ്റ്റ് വീഡിയോ ഞാൻ കണ്ടപ്പോഴേക്കും മറ്റേ ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ കുറേ ഫീമെയിൽ ഫാൻസിന് ഭയങ്കര വേദന എടുക്കുന്നു. പാവം അർജുൻ ഇത്ര വേദന സഹിക്കണോ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. തായ്ലൻഡിൽ ഒരു പ്രത്യേക ഏരിയയിലേക്ക് പോകാതിരുന്നാൽ മതി. തായ്ലാൻഡിൽ പോയിട്ട് ആരും പറഞ്ഞില്ല അവിടത്തെ ഗണപതിയുടെ അമ്പലത്തിൽ മലേഷ്യയിലേടി എനക്കൊരു നേരത്തെ അറിയാം എവിടേക്കാണ് അമ്പലം എന്നുള്ളത്. ഈ വണ്ടിപ്രാന്ത് അനിമൽ പ്രാന്ത് ഇത് രണ്ടും നിങ്ങളെങ്ങനെ ഈ മ്യൂച്വലി ബാലൻസ് ചെയ്ത് എങ്ങനെ പോകും? ഇവിടെയാണ് കൂടുതൽ. ഇവിടെ നിന്ന് ഇങ്ങനെ പകർന്നു തരും, ഞാൻ അത് മറ്റേ എണ്ണ ഒഴിച്ചു പടർന്ന് കത്തുന്നത് പോലെയാണ്. ഇന്നലെ ഇവിടെ ഞാൻ ചോറൊക്കെ വെച്ചോണ്ടിങ്ങനെ തറയിട്ട് എന്ത് പറ്റി ചേട്ടാ നോക്കി ഉടനെ പറയാം എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നത് ഇന്ന വണ്ടി എടുക്കണം. പ്ലാനിങ് തുടങ്ങും രണ്ടുപേരും ബഡ്ജറ്റ് ഒക്കെ ഇട്ട് എവിടെയൊക്കെ കട്ട് ചെയ്യണോ അവിടെയൊക്കെ കട്ട് ചെയ്ത്. ഇപ്പോൾ ഉള്ളത് ഈ പജീറോയും ബെൻസും അല്ലാതെ ബൈക്കുണ്ട്, ട്രയംഫ് ഉണ്ട്. ഇതാണ് മെയിൻ. ഇനി അടുത്ത ഇന്റർവ്യൂവിൽ ഒരെണ്ണം കൂടെ പറയണം. അടുത്ത ഞാനാ പുതിയ അതിഥി വരാമോ? നേരാ ഇല്ല, BM ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളെ BM നമ്മളെ ഒരു അനിയന് തന്നെ കൊടുത്തു. അപ്പം അങ്ങനെ അത് 2 സിഡാൻ എടുത്ത് മറ്റേ സെയിം യൂസ് ആയി. ഇനിയിപ്പോൾ ഒരു ഹാച്ച് ബാക്ക് ആണോ നോക്കുന്നത്? ഹാച്ച് ബാക്ക് എടുത്താൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി പറഞ്ഞില്ലേ ഈ വണ്ടിയുടെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഇപ്പൊ കുറെ അറിയാം കേട്ടോ. കുറച്ച് പഠിച്ചു വരുന്നവരോട് ജീവിക്കണമെങ്കിൽ നമ്മൾ അതൊക്കെ അറിയണല്ലോ. ഈ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര നമുക്ക് അറിഞ്ഞൂടാത്ത ഭാഷ സംസാരിക്കുന്ന പോലെ ഇരിക്കും വണ്ടിയെ പറ്റി സംസാരിച്ചൊക്കെ തുടങ്ങുമ്പോൾ. മോൻ ബ്രദറിലോ അർജുൻ ചേട്ടൻ എന്നാലും വണ്ടിക്ക് ഒരു അത്യാവശ്യം ഒരു കംപ്ലൈന്റ് ഒക്കെ വരുമ്പോഴേക്കും അത് ഏകദേശം പറഞ്ഞാലൊക്കെ മനസ്സിലാവും. മനസ്സിലാവും ഓയിലൊക്കെ മാറാറായി ഇല്ലെങ്കിൽ അവനവന്റെ വണ്ടിക്ക് വരുന്നതൊക്കെ മനസ്സിലാക്കി വെക്കണം എന്നാണ് ചേട്ടൻ പറയുന്നത്. അയ്യോ ഡ്രൈവ് ചെയ്യോ? ഞാനോ? ഡ്രൈവ് ചെയ്യുമെന്ന് വെച്ചാൽ പൊതുവെ പേടിയാണ്, പക്ഷെ ഡ്രൈവിംഗ് അറിയാം. റോഡിൽ ഓടിക്കാറില്ല. അതെന്തുകൊണ്ട് പകർന്നു കൊടുക്കാൻ പറ്റാഞ്ഞേ? ഞാൻ അങ്ങനെ ഒന്നും ഫോഴ്സ് ചെയ്യാറില്ല. ഒരുപാട് പ്രാവശ്യം ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ എന്തോ പുള്ളി ഇവിടുത്തെ റൂളും എനിക്ക് സത്യം പറഞ്ഞാൽ ഉള്ളത് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഈ ഓട്ടോമാറ്റിക് ഓടിക്കുന്ന ഒരാൾ ഗിയറുള്ള വണ്ടിയിൽ ലൈസൻസ് എടുക്കാവുന്നതിൻ്റെ ആ ചേതവികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഗിയറും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഓട്ടോമാറ്റിക് ഓടിക്കുന്നവർക്ക് അതിലും കൂടെ ലൈസൻസ് എടുക്കാം. ബൈക്കിന് അങ്ങനെ ഉണ്ടല്ലോ, 2 വീലർ വിത്തൗട്ട് ഗിയർ, വിത്ത് ഗിയർ ഉണ്ട്. അതുപോലെ എടുത്താൽ പോരെ. ഈ ഓട്ടോമാറ്റിക് ഓടിക്കുന്ന ആള് ഗിയറുള്ള വണ്ടി ഓടിക്കണ്ടെന്ന് വെച്ചാൽ പോരെ. ഗിയർ ഒന്നും പഠിക്കാൻ വയ്യ. അത് എല്ലാ പെമ്പിളേരും ചോദിച്ചാൽ അവർ പറയും ക്ലച്ച് ചവിട്ടി ഗിയറിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആക്സിഡന്റ് എടുത്ത് ക്ലച്ച് പകുതി ഓഫ് ചെയ്യണമെന്നുള്ള അത് മാറ്റി പിന്നെ ബ്രേക്ക് ഒട്ടിട്ട് എങ്ങനെ ഇത്ര നമുക്കല്ലേ അറിയാം എന്താണ് സംഭവങ്ങൾ. അത് അങ്ങനെ ഇഷ്ടമുള്ളവരത് ചെയ്തിട്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓട്ടോമാറ്റിക് ഓടിക്കട്ടെ എന്നുള്ളൊരു ഇതിൽ. അപ്പം നമ്മൾ ഏകദേശം സീരിയൽ വിശേഷങ്ങളും പുതിയ പ്രോജക്ട്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഏകദേശം ചോദിക്കാനൊക്കെ ചോദിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ആക്ച്വലി ഇവരുടെ ഡിവോഴ്സ് ആവുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷെ ഇവർ ഡിവോഴ്സ് അല്ല, എനിക്കൊരു സങ്കടം. വേറെ നിങ്ങളെ നിരാശപ്പെടുത്തിയാൽ എനിക്ക് ഐ എം വെരി സോറി. കഴിഞ്ഞ 2-3 ഇന്റർവ്യൂ കുറച്ച് ഷോക്ക് അടിച്ച് നമ്മൾ ഇരിക്കുവായിരുന്നു. നല്ല ഒരാളെ കിട്ടില്ല. ഇപ്രാവശ്യമാണ് നമ്മുടെ വൈബായിട്ട് സെറ്റ് ആയത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂ ഒരു വായി നോക്കി പെണ്ണു വന്നത്. അവളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ അത് കാണട്ട്. ഞാൻ വിളിച്ച ആളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് ഏത് ചാനലിൽ നമ്മൾ പറയാത്തത്.
എന്റെ ദൈവം പുള്ളി പാവമായിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞു എൻ്റെ അടുത്ത് വളരെ സെൻസിബിൾ ആയിട്ടുള്ള പപ്പയെ പറ്റിയൊക്കെ ചോദിച്ചു. ആ പപ്പയെ പറ്റിയല്ലേ ചോദിച്ചു? അപ്പ ആദ്യം എല്ലാരെയും എൻ്റെ വീട്ടുകാരെ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ അവൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയോ പറയില്ലേ, അയ്യോ ചേട്ടൻ വിഷമം ചേട്ടാ, പറഞ്ഞോ. ഞാൻ പറഞ്ഞോ എനിക്ക് സത്യമായിട്ട് നമ്മളെ പഴയ സ്വഭാവത്തിന് നമുക്ക് വല്ലതൊക്കെ പറയാൻ തോന്നും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഈ ഭയങ്കര അഗ്രഷനൊന്നും ഇതിൽ കാണിക്കാൻ പറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞ കുറെ ഇതായിട്ട് നമുക്ക് വരുന്ന ആൾക്കാർ നമ്മൾ ആ വൈബ് സെറ്റ് ആവുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം അടിപൊളി. താങ്ക് യു അപ്പം നമ്മൾ ബ്രേക്ക് ത്രൂവിൻ്റെ ഈ ഒരു ചാറ്റിൻ്റെ പര്യവസാനത്തിലേക്ക് നമ്മൾ എത്തിയാണ്. അപ്പം ഓഡിയൻസിനോട് എന്തെങ്കിലും ഇതിനെ പറ്റി പറയാനായി നമ്മൾ ഡിവോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോറി, നിങ്ങളെ തംബ്നെയിൽ കാണിച്ച ഒരു എങ്ങനെ ജീവിച്ച് പോട്ടറ നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ സൗഭാഗ്യമാണ് എൻ്റെ ജീവിതത്തിന്റെ വിളക്ക് എന്ന് പറഞ്ഞാൽ പറയോ ഇവന്റെ തള്ളു. അപ്പൊ നമ്മൾ വളരെ കൂളായിട്ട് കാഷ്വലി ഒക്കെ ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് അവൻ ഇപ്പം മടുത്തു തുടങ്ങി. എൻ്റെ ടീഷർട്ട് സൗഭാഗ്യം ഇടണമെന്ന് ഞാൻ പറയാണ്. ഇപ്പം അവന് ചൊറിയാണ്. പണ്ടത്തെ ആ ഒരു ഇതൊക്കെ മാറി. എന്ത് പറയാൻ, ഞാൻ ഒരു രസത്തിന് പറഞ്ഞാണ്. നമ്മൾ അത്ര ഇഷ്ടമുള്ളവർക്കാണല്ലോ നമ്മൾ ഡ്രസ്സൊക്കെ അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്യണത്, അല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കുമോ? അപ്പോൾ നമ്മുടെ ഷോയിലേക്ക് വന്നാൽ ഒരുപാട് സന്തോഷം. അതിൽ വരുമല്ല, ഇത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. ഒരു നല്ല മൊമെൻറ്റ്, കുറച്ച് സമയം എൻ്റെ കുറച്ച് സ്ട്രെസ്സൊക്കെ ഗേറ്റിന് പുറത്ത് വെച്ചിട്ട് ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്ത് ഐ എം വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു